റഹ്മാനിയ ഹൈസ്കൂളിന് സമീപത്തെ കുടിവെള്ള ടാങ്ക് നിർമ്മാണം പ്രദേശവാസികൾ പ്രക്ഷോഭത്തിലേക്ക്. കുടിവെള്ള സംരക്ഷണ സമിതിയുടെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം ജലനിധി ചീഫ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓഫീസർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിശദീകരണ യോഗം വിളിച്ചു ചേർത്തു. 1972 പടന്ന റഹ്മാനിയ സ്കൂളിന് സമീപത്ത് KC മുഹമ്മദ് കുഞ്ഞി സൗജന്യമായി നൽകിയ 5 സെന്റ് സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ കിണറും 50,000 ലിറ്റർ ശേഷിയുമുള്ള വാട്ടർ ടാങ്കും നിർമ്മിച്ചത്. പടന്ന, കൈപ്പാട്, മാട്ടുമ്മൽ, കാന്തിലോട്, തെക്കേക്കാട് എന്നീ പ്രദേശങ്ങളിലേക്കാണ് ഇവിടെ നിന്നും കുടിവെള്ളം ലഭ്യമാക്കിയത്. ഒരു വർഷം മുമ്പാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി ജലനിധിയുടെ കീഴിലേക്ക് മാറ്റിയത്. ആദ്യകാലത്ത് വിരലിലെണ്ണാവുന്ന വീടുകൾ മാത്രമായിരുന്നു വാട്ടർ ടാങ്ക് നിർമ്മിച്ച പ്രദേശത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവിടെ നിരവധി വീടുകളാണ് ഉള്ളത്. ജലനിധിയുടെ കീഴിലേക്ക് കുടിവെള്ള വിതരണ പദ്ധതി മാറ്റിയതോടെ പൊതു ടാപ്പുകൾ ഒഴിവാക്കി വീടുകളിലേക്ക് നേരിട്ട് കണക്ഷൻ നൽകുന്ന പ്രവൃത്തിയാണ് നടന്നുവരുന്നത്. ഇതിനായി കുടിവെള്ളം ആവശ്യമുള്ള പ്രദേശങ്ങളിലെ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി 12ഓളം ഗുണഭോക്തൃ കമ്മിറ്റികൾ ഉണ്ടാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ള പടന്നയിലെ വാട്ടർ ടാങ്കിന് സമീപം 55,000 ലിറ്ററോളം ശേഷിയുള്ള പുതിയ ടാങ്ക് നിർമ്മാണം നടന്നുവരികയാണ്. പ്രദേശം ജനനിബിഡമായതോടെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുകയാണെന്നും പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുകയും ചെയ്യുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. അബാൻ ചെയ്യുക എന്നുള്ളത് പഴയ ടാങ്ക് ഞങ്ങളുടെ സമയത്തോടനുബന്ധിച്ചില്ല, പഴയ ടാങ്ക് അബാൻ ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളീ പറഞ്ഞതുപോലെ BC രാമൻ പറഞ്ഞതുപോലെ ഈ 604 കുടുംബങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ഇപ്പം ഞങ്ങൾ വെച്ച് ഈ 349 തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല 8.25 ഏക്കർ ഉദിനൂർ പ്രദേശത്തുണ്ട്. അവിടെ ശുദ്ധജലം കിട്ടുന്ന സ്ഥലമാണ്. അവിടെ പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് ഭയങ്കരമായ ക്ഷോഭം വരികയാണ്. ഒരു കാരണവശാലും എടുക്കാൻ ഞങ്ങൾ അവിടുത്തെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, അതെന്താ ഞങ്ങളോട് ഒരു മൃഗീയമായ സമീപനം, നിങ്ങൾ അവരോട് ഒരു മൃദു സമീപനം, അതിനൊന്നും പഞ്ചായത്തിന് ഉത്തരവല്ല. ഇനി ഇത് ഞങ്ങൾ പറഞ്ഞ ഈ ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇത്രയ്ക്കും ഹീനമായ ഈ നടപടിയിൽ ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി ഞങ്ങളുടെ ഈ ജലസംരക്ഷണ സമിതി വളരെ നിന്ദ്യമായ രീതിയിൽ കാണുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ ആക്ഷേപാർഹമായ ഈ സമീപനത്തെ. പ്രദേശവാസികൾ ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്ന് കുടിവെള്ള സംരക്ഷണ സമിതി രൂപീകരിച്ച് കലക്ടർക്കും പരാതി നൽകി. കലക്ടറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സംരക്ഷണ സമിതി കേരള ഹൈക്കോടതിയിൽ പരാതി നൽകുകയും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റി 6 ആഴ്ചകൾക്കകം റിപ്പോർട്ട് നൽകണമെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് PR രാമചന്ദ്ര മേനോൻ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതുപ്രകാരമാണ് കഴിഞ്ഞ ദിവസം ജലനിധി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും കുടിവെള്ള സംരക്ഷണ സമിതി ഭാരവാഹികളെയും യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന നിലപാടിലാണ് സമിതി ഭാരവാഹികൾ. 40 വർഷത്തിലധികം പഴക്കമുള്ള കിണറും വാട്ടർ ടാങ്കും അപകട ഭീഷണി ഉയർത്തുന്നതായും പഴയ ടാങ്കും പുതിയ ടാങ്കും ഉപയോഗിച്ച് കൂടുതൽ കുടിവെള്ളം വിതരണം ചെയ്യുമ്പോൾ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം രൂക്ഷമാവുമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇതിന്റെ കിണറിന്റെ അകമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ 16 മീറ്റർ ഉയരത്തിലാണ് പുതിയ ടാങ്ക് പണിതിട്ടുള്ളത്. അവിടത്തേക്ക് ഈ കാലാനപ്പെട്ട കിണറിൽ നിന്ന് വെള്ളം അടിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നശിക്കാനുള്ള ഒരു തകർന്നടിയാനുള്ള സാഹചര്യമുണ്ട്. ഇവിടെ 1500 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട്. അതുപോലെ തന്നെ വളരെ ജനനിബിഡമായ പ്രദേശത്താണ് ഈ വാട്ടർ ടാങ്ക് ഉള്ളത്. അത് വളരെയധികം അപകട ഭീഷണിയാണ്. ഇത് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പടന്ന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പഞ്ചായത്ത് അധീനതയിൽ തന്നെ കൂടുതൽ ജലസ്രോതസ്സുള്ള പ്രദേശങ്ങളുണ്ടെന്നും അവിടങ്ങളിൽ നിന്നും കുടിവെള്ളം സംഭരിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാകണമെന്നുമാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം. പടന്ന ജലനിധി പദ്ധതി